ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് അർച്ചന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ PYQ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 10th ലെവൽ എക്സാമിന് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 89/2025 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റിലേക്ക് നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യനാണ് ഈ ഒരു ജനറൽ പാർട്ടിൽ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈ എക്സാമിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതു വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഏത് വിഭാഗവുമായാണ്? നമുക്കറിയാം ഡച്ചുകാരുമായാണ് 1741 മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ലോങ് മാർച്ച്, ചൈനയിലെ ലോങ് മാർച്ച് മാവോ സേതുങ് എന്ന വ്യക്തിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചൈനയിലെ ലോങ് മാർച്ച് മാവോ സേതുങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ബ്രിട്ടൻ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീൽ എന്ന രാജ്യത്താണ് മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ശിലകളെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രസ്താവനയാണ് ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവനയാണ് സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരയിലെ ഭൂവൽക്കത്തേക്കാൾ കനക്കുറവുണ്ട്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. നാലാമത്തെ പ്രസ്താവനയാണ് സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ്. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് ശരിയായ പ്രസ്താവനകൾ? 2, 3, 4 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതേതൊക്കെയാണ്? ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ആദ്യത്തെ പ്രസ്താവന. ബാക്കി 3 പ്രസ്താവനകളുമാണ് ശരിയായിട്ടുള്ളത്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരയിലെ ഭൂവൽക്കത്തേക്കാൾ കനക്കുറവുണ്ട്, ശരിയാണല്ലേ. അതുപോലെ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത്, അതും ശരിയാണ്. അടുത്ത പ്രസ്താവനയാണ് സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ്, അതും ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവനകൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1, 2, 3 ആണ് തെറ്റായ പ്രസ്താവനകൾ. 1, 2, 3 തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ ഇതിൽ നാലാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ തെറ്റായ ഓപ്ഷൻസ് നമുക്ക് വായിക്കേണ്ടതില്ല, കാരണം നമ്മൾ മനസ്സിൽ ചിലപ്പോൾ അത് പതിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന ഓപ്ഷൻ മാത്രമാണ് ഇതിൽ ശരി. ബാക്കി 3 ഓപ്ഷൻസും ബാക്കി 3 പ്രസ്താവനകളും തെറ്റാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? വേലീബലമാണ് അല്ലേ. അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോറിയോലിസ് ബലവും ഘർഷണ ബലവും മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലവുമാണ് കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കോറിയോലിസ് ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം.
ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1ഉം 4ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ വായിക്കാം. പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ശരിയാണല്ലേ? പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അടുത്തതാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ ആ 2 പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം തെറ്റാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റീം മിഷൻ ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ്. ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്റ്റീം മിഷൻ എന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജാണ്. ഓർത്തു വെക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡാണ്. 1982 നിലവിൽ വന്ന സ്ഥാപനം. എന്തൊക്കെയായിരുന്നു ഈ നബാർഡിൻ്റെ ലക്ഷ്യങ്ങൾ? കാർഷിക മേഖലയിലെ വികസനവും ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനവും കൈത്തൊഴിൽ വികസനവും ഇതൊക്കെയായിരുന്നു 1982 നിലവിൽ വന്ന നബാർഡ് എന്ന സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവയെല്ലാമാണ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ ഇത് 2025 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴാരാണ് ഈ ഉപാധ്യക്ഷൻ? നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ഇപ്പോൾ അശോക് കുമാർ ലാഹിരിയാണ്. ഓപ്ഷനിൽ ഇല്ല. ഇപ്പോൾ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്ഷാമം ഇല്ലാതെ ഉൽപാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി, അതുപോലെ ഇതെല്ലാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം ഇതെല്ലാം ആണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 1ഉം 3ഉം ആണ് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ ഭരണഘടനാ പുനരവലോകനവും 3ാമത്തേത് സ്വതന്ത്ര നീതിന്യായ സംവിധാനവും ഭരണഘടനാ പുനരവലോകനവും ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകളാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം വരുന്ന അനുച്ഛേദം ഏതാണ്? ഹൈക്കോടതികളുടെ റിട്ട് അധികാരം വരുന്ന അനുച്ഛേദം 226 ആണ്. ആർട്ടിക്കിൾ 226 ഹൈക്കോടതികളുടെ റിട്ട് അധികാരം വരുന്നത്. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം 42ാം ഭേദഗതി എന്നാണ്. അപ്പോൾ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്? 42ാം ഭേദഗതിയിലൂടെയാണ്. ഇനി നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. എയും ഡിയും ആണെന്ന് പറയുന്നു. അപ്പോൾ എ പറയുന്നു ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം എന്ന് പറയുന്നു. അതുപോലെ ഡി വോട്ട് പാർട്ടിക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യമാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം എന്നും പറയുന്നു, വോട്ട് പാർട്ടിക്ക് ആയിരിക്കണം എന്നും പറയുന്നു. ഇതാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത്. അത് പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവുമാണ്.
പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം എന്നിവ കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തതാണ്. ഇനി അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി 22ാമത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ് എന്നാണ് ചോദ്യം. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. ഇതാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. ഇനി 1975 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സി അച്യുതമേനോനാണ് 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, സി അച്യുതമേനോൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 11 പേരാണ്. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11 പേരാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂരിലുള്ള തളിപ്പറമ്പാണ്. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ പുതിയ ഗവൺമെൻറ് നിലവിൽ വരുന്നതിൻ്റെ മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാനാണ് അല്ലേ? ഷാനിമോൾ ഉസ്മാനാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം? താഴെ കൊടുത്തിട്ടുള്ളവയിൽ വട്ടച്ചൊറിയാണ് അല്ലേ? വട്ടച്ചൊറിയാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീരം തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫ്ലഡ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മധ്യപ്രദേശ് ആണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫ്ലഡ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അവിടെ സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു എന്നാണ് അവിടെ ഉണ്ടാവുന്നത്. സിൽക്കിന് ഇലക്ട്രോൺ നൽകുകയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അവിടെ സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഇനി അടുത്ത ചോദ്യമാണ്. ഭ്രമണ ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക് ആണ്. ഭ്രമണ ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിന്റെ പേര്? ഈ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥമാണ് ജലം. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിന്റെ പേരാണ് ജലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൻ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? ലൈമൻ ശ്രേണി കാണപ്പെടുന്ന മേഖലയാണ് അൾട്രാ വയലറ്റ് മേഖല. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൻ ശ്രേണി കാണപ്പെടുന്ന മേഖലയാണ് അൾട്രാ വയലറ്റ് മേഖല. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് എന്നാൽ ഹൈഡ്രജൻ അയൺ ദാതാവ് ആണ് എന്ന് ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസിഡ് എന്നാൽ ഹൈഡ്രജൻ അയൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് അരീനിയസ്. അരീനിയസ് ആണ് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കാർബണിന്റെ രൂപത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ രൂപത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമാണ് ഗ്രാഫൈറ്റ്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ഐഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ആണ്.
1, 3, 4 അവാർഡുകൾ നിലമ്പൂർ ഐഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി 1ഉം 4ഉം ഓപ്ഷനാണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം ആണ് ശരി. അപ്പോൾ സുനിൽ ഗവാസ്കറിൻ്റെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. അതുപോലെ സൈന നെഹ്വാളിൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ. സൈന നെഹ്വാളിൻ്റെ ആത്മകഥ പ്ലേയിങ് ടു വിൻ ആണ്. സുനിൽ ഗവാസ്കറിൻ്റെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്തു നൽകിയതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 1ഉം 3ഉം ആണ് ശരിയായ ജോഡി. ബുധിനി നോവൽ എഴുതിയിട്ടുള്ളത് സാറാ ജോസഫാണ്. അതുപോലെ റാം കെയർ ഓഫ് ആനന്ദി എഴുതിയിട്ടുള്ളത് അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി എഴുതിയിട്ടുള്ളത് അഖിൽ പി ധർമ്മജനാണ്. ബുധിനി എന്ന നോവൽ എഴുതിയിട്ടുള്ളത് സാറാ ജോസഫാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻസിൽ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ ഓപ്ഷനാണ് എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. അതുപോലെ തന്നെ 3ാമത്തെ പ്രസ്താവനയാണ് ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളോട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആരെക്കുറിച്ചാണ്? പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. അതിലൊന്നാണ് എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. അതുപോലെ ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ബാക്കി അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെയുള്ള PYQ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഇനിയും വരുന്നതായിരിക്കും ക്ലാസ്സുകളുമായിട്ട്. എല്ലാവരും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഓൾ.